ഒരു കിടിലൻ ടൈപ്പ് ചോദ്യം പരിചയപ്പെടുത്തി തരാം. നോക്കൂ, ഇന്റഗ്രൽ 2x/1 + x². എന്താ പറയുക പ്രത്യേകത? ഇതിന് മുമ്പ് ഒരു ചെറിയ സംഭവം പറഞ്ഞുതരാം. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഈസ് ലോഗ് മോഡ് f(x + c). ഇത് പഠിച്ചിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നോക്ക് നിങ്ങൾ, ഇന്റഗ്രൽ 2x/1 + x² dx. ഇതെന്താ? ഇതൊരു ഫംഗ്ഷൻ 1 + x² ഒരു ഫംഗ്ഷൻ. ഈ 1 + x² ഡെറിവേറ്റീവ്, x² ഡെറിവേറ്റീവ് 2x ആണ്, 1 0 പോട്ടെ. അപ്പോൾ x² ഡെറിവേറ്റീവ് 2x അല്ലേ, ആ ഡെറിവേറ്റീവ് അല്ലേ ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? ലോഗ് മോഡ് 1 + x² ഫംഗ്ഷൻ അല്ലേ, ലോഗ് മോഡ് f(x) ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ അല്ലേ എഴുതേണ്ടത്. ഫംഗ്ഷൻ ഡിനോമിനേറ്ററിൽ, ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ. ഫംഗ്ഷൻ ഡിനോമിനേറ്ററിൽ, ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ. അപ്പോൾ ലോഗ് മോഡ് f(x) അതായത് ഫംഗ്ഷൻ 1 + x² + c. ഇതാണ് ഇതിൻ്റെ ആൻസർ. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കും. ഇന്റഗ്രൽ f(x dx) = ലോഗ് മോഡ് tan x + c. ദെൻ ഫൈൻഡ് f(x). ഈ ലോഗ് മോഡ് tan x + c എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ നോക്ക്, ഈ ഇന്റഗ്രൽ f(x) എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ആ ഫംഗ്ഷൻ, നിങ്ങൾ എഴുതുന്ന ഫംഗ്ഷൻ ഡിനോമിനേറ്ററിൽ എന്തായാലും tan x ആയിരിക്കണം. കാരണം ഡിനോമിനേറ്ററിൽ ആ ഫംഗ്ഷൻ വരണം. ഈ ഫംഗ്ഷൻ എന്താണോ ഡിനോമിനേറ്ററിൽ എഴുതിയത് അതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ എഴുതണം. അപ്പോൾ ന്യൂമറേറ്ററിൽ നിങ്ങൾ sec² x കൊടുത്താൽ മതി. ഇനി നോക്ക് നിങ്ങൾ, വാട്ട് ഈസ് ഇന്റഗ്രൽ sec² x dx/tan x? ഇത് ഫംഗ്ഷനാണ് ആൻഡ് ഇത് അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ലോഗ് മോഡ് ദാറ്റ് ഫംഗ്ഷൻ എഴുതുക, അതായത് ലോഗ് മോഡ് tan x എഴുതുക. അതല്ലേ ഇവിടുത്തെ ആൻസർ. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? sec² x/tan x. സെറ്റാണ്. അപ്പോൾ പഠിക്കട്ടോ.